ജർമ്മനിയിലെ ഓസ്ബർഗിൽ നടന്ന അത്ഭുതം. ജർമ്മനിയിലെ ഓസ്ബർഗിലെ ഹോളി ക്രോസ് കോൺവെന്റിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ദിവ്യകാരുണ്യ ഭക്തയായ ഒരു സ്ത്രീ അവൾ സ്വീകരിച്ച തിരുവോസ്തി സമയം കിട്ടുമ്പോഴൊക്കെ ആരാധിക്കാനായി ആരും കാണാതെ തൂവാലയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ചെറിയ പേടകത്തിലാക്കി സൂക്ഷിച്ചു. പിന്നീട് കുറ്റബോധം വന്ന അവൾ ഹോളിക്രോസ് ചാപ്പൽ വികാരിയുടെ അടുക്കൽ ഇക്കാര്യം പറഞ്ഞു കുമ്പസാരിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം പേടകം തുറന്നപ്പോൾ തിരുവോസ്തി രക്തമൊഴുകുന്ന മാംസമായി കാണപ്പെട്ടു. തിരുവോസ്തി 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നതായും ആ 2 ഭാഗങ്ങൾ മനുഷ്യരക്തധമനി പോലെയുള്ള ഒന്നിനാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതായും കണ്ടെത്തി. ഓസ്ബർഗ് ബിഷപ്പ് ഉഡാൾസ് കാൽക്ക് വൈദികരുടെയും വിശ്വാസികളുടെയും അകമ്പടിയോടെ അത്ഭുത തിരുവോസ്തിയും അത് സൂക്ഷിച്ചിരുന്ന മെഴുകുപേടകവും കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് മാറ്റി പൊതുവണക്കത്തിനായി സ്ഥാപിച്ചു. ഈസ്റ്റർ ഞായർ മുതൽ വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ ഈ അത്ഭുത തിരുവോസ്തി മെഴുകുപേടകം ഭേദിച്ച് പുറത്തേക്ക് വളർന്നു വന്നുകൊണ്ടിരുന്നു. തുടർന്ന് ഈ വിശുദ്ധ വസ്തുക്കൾ ഹോളിക്രോസ് ചാപ്പലിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എല്ലാ വർഷവും മെയ് 11 ഈ പരിശുദ്ധ തിരുശേഷിപ്പിന്റെ ഓർമ്മയ്ക്കായി അതിസ്വാഭാവികമായ അത്ഭുത നിധിയുടെ തിരുനാൾ എന്ന പേരിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നുവരുന്നു. ദിവ്യകാരുണ്യത്തിന്റെ പരസ്യ ആരാധന നിഷിദ്ധമായിരുന്ന കാലത്ത് ഈശോയോടുള്ള അതീവ ഭക്തി മൂലം ആരും അറിയാതെ ദിവ്യകാരുണ്യത്തെ സ്വന്തം ഭവനത്തിൽ സൂക്ഷിച്ച ആ സ്ത്രീയുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതായിരുന്നു ഈ അത്ഭുതം.